തൃശൂർ ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ, കൗമാരക്കാർ, മുതിർന്നവർ, പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ, എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ, ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ, ഷൊർണൂർ റോഡ്, തൃശൂർ. തട്ടകത്തമ്മയ്ക്ക് മുന്നിൽ തട്ടകവാസികളായ 10 കുരുന്നുകൾ തായമ്പകയിൽ താളം തീർത്തു. പെൺകുട്ടികളടക്കമുള്ളവർ തായമ്പകയിൽ കൊട്ടിക്കയറുന്നത് കണ്ടാസ്വദിക്കുവാൻ നിരവധി പേർ മച്ചാട് തിരുവാണിക്കാവിലെത്തിയിരുന്നു. മുളകുന്നത്തുകാവ് വിവേക് ചന്ദ്രന്റെ ശിക്ഷണത്തിൽ ചെണ്ടവാദ്യം അഭ്യസിച്ച പാർവതി, അനാമിക, ദേവനന്ദ, വൈഗ, ആദിദേവ്, അദ്വൈത്, ആനന്ദ് കൃഷ്ണ, ആദിദേവ്, ധനാദ്രശ്, ആനന്ദകൃഷ്ണൻ എന്നീ കുട്ടികളാണ് മച്ചാട് തിരുവാണിക്കാവ് ഭഗവതിക്ക് മുന്നിൽ തായമ്പക തീർത്തത്. പനങ്ങാട്ടുകര കാർത്തിയായനി ക്ഷേത്ര ഊട്ടുപുരയിൽ വെച്ചാണ് ചെണ്ടവാദ്യം അഭ്യസിച്ചത്. അതുകൊണ്ട് തന്നെ 10 പേരുടെയും അരങ്ങേറ്റം കാർത്തിയായനി ഭഗവതിക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നു. ക്ഷേത്രകലയായ തായമ്പക ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കണമെന്നത് ഈ കുട്ടികളുടെ ആഗ്രഹം. കുട്ടികളുടെ ആഗ്രഹം നിറവേറ്റാൻ ആശാൻ വിവേക് ചന്ദ്രനും തയ്യാറായതോടെ വളയിട്ട കൈകളിൽ ഇനി ചെണ്ടക്കോലും വഴങ്ങും. ഏറ്റവും കൂടുതൽ വാദ്യ കലാകാരന്മാരുള്ള തെക്കങ്കര പഞ്ചായത്തിൽ നിന്നും താളമേളങ്ങളും കൊമ്പുവാദനവും ഉയർന്നുകൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.